ഹായ് ഹലോ ഫ്രണ്ട്സ്, വെരി വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമുക്കിന്നൊരു അട്ടിപ്പൻ ബീഫ് വരട്ട് ആയാലോ. അട്ടിപ്പൊളി സൂപ്പറായിട്ട് സ്പൈസി ആയിട്ടുള്ള ബീഫ് വരട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബീഫ് വരട്ടിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഒരു ബീഫ് വരട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ബീഫ് വരട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കഴുകി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്ക് നമ്മുടെ ബീഫ്. ഇത് 1 കിലോയോളം ബീഫ് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. നമ്മൾ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. കനം കുറഞ്ഞ് കട്ട് ചെയ്ത് പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി, പിന്നെ നമുക്ക് ഒരു കുടം നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളി നമുക്ക് ഇച്ചിരി കൂടുതൽ വേണം. ഒരു ഇച്ചിരി പച്ചമസാലയ്ക്ക് വേണം. പിന്നെ ലാസ്റ്റ് നമുക്കൊന്ന് സീസൺ ചെയ്ത് ഒഴിക്കാനും നമുക്ക് വേണം കൊച്ചുള്ളി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്രയൊക്കെ കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പച്ച മസാല കൂടെ നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. അപ്പം പച്ച മസാലയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ പച്ച മസാലയ്ക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലില്ലെങ്കിൽ നമുക്ക് ചതച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പച്ചമുളക് നമ്മൾ എടുക്കുന്നുണ്ട്, ഒരു 4-5 പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി, കുരുമുളക്, നമുക്ക് 2 സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വലിയ ജീരകം, പെരിഞ്ജീരകം, വലിയ ജീരകം എന്ന് പറയും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ച് നമുക്ക് മാറ്റി വെക്കാം. കണ്ടോ, ഇത് നമ്മുടെ നേരത്തെ ഇട്ട ഐറ്റംസ് എല്ലാം കൂടെ നമ്മൾ ചതച്ച് വെച്ചതാണ്. ഇനി നമുക്ക് അതിനകത്ത് നമ്മുടെ കുഞ്ഞുള്ളി, നമ്മൾ കുഞ്ഞുള്ളിയും കൂടെ ചേർക്കണം. പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കിടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചത് അരിച്ച് നമ്മൾ പച്ച മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കല്ലോ, ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കണ്ടോ ഇതേപോലെ ഒന്നിട്ട് ഓഫ് ചെയ്യുക. ചതച്ചെടുത്താൽ മതി. നമുക്ക് കല്ലുണ്ടെങ്കിൽ കല്ലിൽ ചതച്ചെടുക്കുന്നത് കുറച്ചും കൂടെ ഈസി, നല്ലത്. ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചതച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ഉപയോഗിച്ച് നമുക്ക് കണ്ടു. ഇതിപ്പോൾ ഇതാണ് നമ്മുടെ പച്ച മസാലയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് വെച്ചിട്ട് നമുക്കൊരു കലമാണ് ഇതിന്, മൺചട്ടിയോ കലോ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ആദ്യമേ കുറച്ച് നെയ്യിട്ട്, അത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ നെയ്യ് ഇട്ടിട്ട്, അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമ്മുടെ കഴുകി വെച്ചേക്കുന്നത് നമ്മുടെ ബീഫ് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് 1 കിലോളം ബീഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കത് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 സ്പൂണോളം മുളക് പൊടി നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുക നമ്മുടെ പച്ച മസാല, നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുക നമ്മുടെ പച്ച മസാല. അതിൻ്റെ ഒപ്പം നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുക നമ്മുടെ സവോള, സവോള നമ്മൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ അതിങ്ങനെ ജസ്റ്റ് ഓരോ നാരായിട്ട് വീഴും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. മറ്റേ ഒരുമിച്ച് ഇങ്ങനെ കിടക്കത്തില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഒരു ഫുള്ള് തക്കാളി, ലാസ്റ്റിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ കുറച്ച് ഗരം മസാല നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം ഗരം മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ നെയ്യിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത് നമുക്ക് പച്ച ഉലുവയാണ് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഉലുവ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഉലുവയുടെ കാര്യം ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഫുൾ ഉലുവയാണ് ഇടുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉലുവയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഫുൾ ഉലുവയാണ് ചേർക്കുന്നത്, ആദ്യമേ ഇട്ട് കൊടുക്കാറ്. ഇപ്പോൾ പൊടിയാണ് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഉലുവയുടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി.
ഇപ്പം നല്ലതുപോലെ എല്ലാം നല്ല വെന്ത് സെറ്റായിട്ട് നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് കിടന്ന് വേകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് കലത്തിൽ ഇങ്ങനെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ചെറിയൊരു പണിയും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതങ്ങനെ ഇരുന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയൊരു പരിപാടി നമുക്ക് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് സീസൺ ചെയ്തെടുക്കണം. നമ്മൾ താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങയുടെ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരിഞ്ഞത്, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ കുഞ്ഞുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പില, ഇത്രയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനെ പടപടാന്നൊന്ന് നമുക്കൊന്ന് സീസൺ ചെയ്തെടുക്കാം. അതിന് നമുക്ക് നല്ല ആട്ടിയ നാളികേരത്തിൻ്റെ ഓയിൽ, എണ്ണ, നമ്മുടെ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കതിൽ നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ കൊത്തിട്ട് കൊടുക്കാം. നാളികേരത്തിൻ്റെ കൊത്ത്, നമ്മുടെ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ കൊത്ത് നല്ല രീതിയിലൊന്ന് പെട്ടെന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാവർക്കും അറിയാം ബീഫിലൊക്കെ നമ്മൾ തേങ്ങ കൊത്ത് ഇങ്ങനെ ചേർത്ത് ബീഫും ഒരു തേങ്ങ കൊത്തും എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. അവർ തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്, നമ്മൾ ഈ തേങ്ങ കൊത്തും ബീഫും തമ്മിൽ. അപ്പോൾ നമ്മുടെ തേങ്ങ കൊത്തൊക്കെ നമ്മളൊന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ കുഞ്ഞുള്ളി പെടാന്നൊന്ന് വറുത്തെടുക്കാം. കണ്ടോ, നമ്മുടെ ബീഫിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ എണ്ണയിൽ തന്നെ നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇത് ലാസ്റ്റ് നമ്മളിങ്ങനെ താളിച്ച് ആ കറിയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ കറിവേപ്പില ഇട്ട് പൊട്ടിക്കുക. കറിവേപ്പില പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ കൊത്തും ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് നമ്മൾ ചൂടായിട്ടിരിക്കുന്ന നമ്മുടെ ബീഫിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താളിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 സെക്കൻഡും കൂടെ ഒന്ന് ചൂടായാൽ നമ്മുടെ ബീഫ് വരട്ട്, അടിപൊളി ബീഫ് വരട്ട് റെഡിയാണ്. ഇനി നമ്മൾ സെർവ് ചെയ്താൽ മാത്രം മതി. കാണുമ്പോൾ തന്നെ നമ്മൾ വെള്ളം വരും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഉപ്പൊക്കെ കുറവ് ഉണ്ടെങ്കിൽ ഒന്ന് ചേർക്കുക. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഫൈനലായിട്ട് വേണമെങ്കിൽ ലേശം കൂടെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ, എരി ആവശ്യമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നല്ല ആവി കയറി വെന്ത് സെറ്റായി. 2 സെക്കൻഡ് നമുക്കത് അടച്ച് വെക്കാം. അടച്ച് വെച്ചാലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി നമുക്ക് സെർവ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോമന്റ് ഇതാണ് നമ്മുടെ ബീഫ് വരട്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കുമ്പളങ്ങ ഇട്ട മോര് കറി, പിന്നെ നമുക്ക് അതിൻ്റെ സൈഡായിട്ട് ഉള്ളിത്തീയലുണ്ട്, നമ്മുടെ ചോറുണ്ട്, പിന്നെ അടമാങ്ങ അച്ചാർ, നമ്മുടെ പപ്പടം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഭംഗിക്ക് 2 ചപ്പാത്തിയും കൂടെ വെറുതെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇതേപോലൊരു ബീഫ് വരട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് എല്ലാവരും കഴിക്കുക. ഫ്രണ്ട്സിനെ ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല, കാരണം ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട്. എന്നാലും സൂക്ഷിക്കുക, അവരുടെ ഫാമിലിയായിട്ടിരിക്കുക. സ്റ്റേ സേഫ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.